13ാമത്തെ ഭാഗം അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഉളരിടെ ലംലം എന്നുള്ള ആ ഇഷലാണ് മഹാകവി പറയുന്നത്. പാടിവശം ഉളരിടയിലംലമും നഖതേറി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അനയും മൂണ്ട് ദിനം മുന്നേ തെളിവർ നബി കമ്മത്തായ ആതിക തുമ്മത്താൻ തെറിതുയിൽ തന്നിൽ കണ്ടാളേ ഗമനമുത്താൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് കവരാൻ അഹമ്മദ് വാരുന്ന വിവരം മക്ക ഉണർവാൻ കതിക്കൈ കൂലി ഇഷ്റൂന പൊൻ മിസ്കാൽ ക്ഷണം ഉളർവാൻ എന്നുള്ള അതിൽ നിന്ന് ബാൽക്കമ്പി ഒപ്പിച്ച് മഹാകവി ഉളരുടെ വീണ്ടും രണ്ടാമത്തെ ദേശത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ മുഹമ്മദും സംഘവും അബൂ സുഫിയാന്റെയും സംഘത്തെയും അവരുടെ മുതലുകളൊക്കെ കവരാൻ വേണ്ടിയിട്ട് മുഹമ്മദും സംഘവും വരുന്നു എന്നുള്ള ഒരു കള്ളപ്രചാരണം മക്കയിൽ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ലംലമുൽ ഗിഫാരി എന്ന മനുഷ്യനെ വിളിച്ചുകൊണ്ട് അതിന് ആ ചതി ചെയ്യാൻ വേണ്ടി ചതി രൂപങ്ങൾ അവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വ്യാപകമായ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഇഷ്റൂന പൊൻ മിസ്കാൽ ക്ഷണം, അതായത് പെട്ടെന്ന് പോയി ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി 20 മിസ്കാല് പൊന്നും ഉറപ്പിച്ചുകൊണ്ട് ലംലമിനെ അബൂ സുഫിയാൻ ഏർപ്പാട് ചെയ്തു. എന്നിട്ട് എന്താണോ സംഭവിക്കുന്നത് അതാണ് മഹാകവി പറയുന്നത്. ഉളരിടയിൽ ലംലമും, ഉളരി പെട്ടെന്ന് തന്നെ സ്പീഡിൽ തന്നെ ലംലം നാക്കത്ത് ഒട്ടകത്തിന്റെ പുറത്ത് ഏറി നടക്കുകയാണ്. ഒട്ടകത്തിൽ കയറി നടക്കുകയാണ്. എന്നിട്ടോ ഉമ്മുൽ ഖുറാവിൽ അണയും. ഉമ്മുൽ ഖുറാവ് എന്ന് പറഞ്ഞാൽ മക്കയുടെ മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുറാ. ഉമ്മുൽ ഖുറാവിൽ അണയുന്നതിന്റെ 3 ദിവസം മുമ്പ് തെളിവർ നബിക്ക് അമ്മത്തായ, തെളിവുള്ള പ്രകാശപൂരിതനായ നൂറാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മത്ത്, ഉമ്മയുടെ സഹോദരിയാകുന്ന ആത്തിക്ക ബീബിക്ക് എന്ത് കണ്ടു? തുയിൽ എന്ന് പറഞ്ഞാൽ ഉറക്കം തന്നിൽ കണ്ടാള് ഏക മനാമ് താൻ. ഉറക്കിലിരിക്കുന്ന സമയത്ത് ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. മനാം എന്ന് പറയുന്നത് അറബിയാണ്. സ്വപ്നം മനാം. ഫലമാം ഹൈറാൻകിനാവ് കണ്ടങ്കുണർന്നാളെ പകലിലബാസൈ വരുത്തി ചേതി മൊളിന്താളെ കുളർമക്കാനിയെ ഈയൂരിലുള്ള തലവർക്ക് കൊല്ലിൽ വലിയ പലർ വരുന്നുണ്ട് ലാശക്ക്. ഫലമാം ഹൈറാൻ, പഴയ വിധത്തിലുള്ള സ്വപ്നങ്ങളൊന്നുമല്ല കണ്ടത്. ഇതൊരു പുതിയ ഒരു മെസ്സേജ് നൽകുന്ന സ്വപ്നമാണ്. ഹൈറാൻ, അങ്ങനെ ഹൈറാനായിട്ട് പരിഭ്രാന്തയായിട്ട് കിനാവ് കണ്ടിട്ട് ഉണർന്നു, അതായത് ഉറക്കിൽ നിന്ന് ഉണർന്നു. എന്നിട്ടോ രാത്രി കണ്ട സ്വപ്നമാണിത്. രാവിലെ ആയ ഉടനെ പ്രഭാതം പുലർന്ന ഉടനെ പകലിൽ അബ്ബാസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളാപ്പയാണ് ഇവരുടെ സഹോദരൻ ആത്തിക ബീബിന്റെ. അവരെ വരുത്തി ചേതി ആ വിവരം, ആ മെസ്സേജ് മൊളിന്താളെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ബ്രദറിനോട് പറയുകയാണ്, കുളിർമക്കനിയെ, എന്റെ കണ്ണിന്റെ കുളിർമയാകുന്ന എന്റെ സഹോദര, മൈ ബ്രദർ, ഈ ഊരിലുള്ള തലവർക്ക്, ഈ ഊര് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കന്നഡ ഭാഷയിലാണ് ഈ ഊരിನಲ್ಲಿ ഇറുവവരികെ, തമിഴിലും ഊര് തന്നെയാണ് പറയുന്നത്, മലയാളത്തിലും ഊര് എന്നുള്ള പ്രയോഗമുണ്ട്. ഏതായാലും ഈ ഊരിലുള്ള ഈ തലവർക്ക്, ലീഡേഴ്സ് തമിഴാണത്, തലവി, കുല്ലിൽ വലിയ ബലാല് വരുന്നുണ്ട് ലാശക്ക്, എല്ലാവർക്കും വലിയ എന്തോ നാശം സംഭവിക്കുന്നുണ്ട്. ലാശക്ക്, അതിലൊരു നോ ഡൗട്ട്, ഒരു സംശയമില്ല. എന്നിട്ടോ ശക്കില്ല കണ്ടന്നൊരു കനവ് മാതല്ലൈലി ശാപണ്ടൊരു വട്ടകമുണ്ട് ബാത്ഹായിൽ. അതായത് ഷക്കിൽ ഒരു സംശയമില്ല, ഞാൻ കണ്ടു ഒരു കനവ് എന്ന് പറഞ്ഞാൽ കിനാവ്, മലല്ലൈലി, മല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ,
കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എന്തായി യെസ്റ്റർഡേ നൈറ്റ് ഒരു ടുനൈറ്റ് ഒന്നും പറയാം. ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ ഒരു സ്വപ്നം എന്തായിരുന്നു കണ്ടിരുന്നു. എന്താണ് ആ സ്വപ്നം? ഷാബുണ്ട് ഒരു ഒട്ടകം ഏറി നിന്ത് ബത്ഹായ് താഴ്വാരത്തില് അതല്ലെങ്കിൽ ബത്ഹായ് മുകളില് കയറിയിട്ട് ഷാബ് എന്ന് പറഞ്ഞാൽ ഒരു യൂത്ത്, ഒരു യങ് മാൻ, ഒരു ഒട്ടകത്തിൽ കയറി നിന്ന് ബത്ഹായ് എന്നല്ലെങ്കിൽ മണച്ചെലവുള്ള ഈ പൂഴികളൊക്കെ ഉള്ള ഒരു ഭൂമിയാണ് ബത്ഹായ്. അവിടെ കയറിയിട്ട് എന്നിട്ടോ അദ്ദേഹം കയറി നിന്നിട്ട് തിക്കത്തിൽ നീല പടങ്കം നീർത്തി തൻ ഹസ്തസ്ഥാൽ സിദ്ധത്ത് സൈഹത്താൽ ഖാലനാദിയൻ ബേഹത്താൽ. എന്നിട്ട് അതികവി പറഞ്ഞു കൊടുക്കുകയാണ്, തിക്കത്തിൽ നീല പടങ്കം നീർത്തി തന്നെ ഹസ്തത്താൽ. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള നീല പടങ്കം എന്ന് പറഞ്ഞെങ്കിൽ ഫ്ലാഗ്, ഒരു നീല ഫ്ലാഗ് അദ്ദേഹം നീർത്തി അതിനെ പോയി ഓപ്പൺ ചെയ്തു. തൻ ഹസ്തത്താൽ, ഹസ്തം നല്ല കൈ, തന്റെ കൈ കൊണ്ട് നീല അധികം കന്നഡ ഭാഷ മഹാകവി പറയുന്നുണ്ട്. പക്ഷെ മലയാളികൾ ഇത് പറയുമ്പോൾ അവർ തമിഴിൽ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ കൂടുതൽ കന്നഡ ഇതിലുണ്ട്, തുളു അടക്കം ഇതിലുണ്ട് എന്നാണ് എനിക്ക് സംശയം. ചില വാക്കുകൾ അങ്ങനെ കാണുന്നുണ്ട്. ഷിദ്ദത്ത് അദ്ദേഹത്തിന്റെ പതാകയിലുണ്ടായിരുന്ന പതാക അദ്ദേഹം ഉയർത്തി. എന്നിട്ട് ഷിദ്ദത്ത് സൈഹത്താൽ കാല നാദിയം വേഗത്താൽ അട്ടഹസിച്ചുകൊണ്ട് നല്ല ലൗഡ് ശബ്ദത്തോടു കൂടി അട്ടഹസിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മക്കയിലുള്ള നാട്ടുകാരെ എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം നല്ല ശബ്ദം ഉണ്ടാക്കിയിട്ട് വിളിച്ചു പറയുകയാണ്, പക്കത്തിലുങ്ങളെ തള്ളിടുന്ന മക്കാൻ കൊള്ളാം ഫംഫിറുയാ അല ഉദുർ ഉമ്മയ്ക്ക് ബല എല്ലാം. എന്നിട്ട് പക്കത്തിൽ ഉങ്ങളെ എന്ന് പറഞ്ഞാൽ താങ്കളെ തള്ളിയിടുന്ന, നിങ്ങളെയൊക്കെ തള്ളിയിടുന്ന പക്കം. ഏത് പക്കത്ത്? എന്താ പക്കത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ തള്ളിയിടുന്ന പക്കം, അത് തമിഴാണ്. ആ സ്ഥലത്തേക്ക് തള്ളിയിടുന്ന മക്കാൻ, ആ മക്കാനിലേക്ക്, മക്കാനിലേക്ക് നിങ്ങൾ എന്താവുക? ഫംഫിറു, നിങ്ങൾ പോവുക. യാ ആല ഉദുരു, ഓ നാശം പിടിച്ച അതല്ലെങ്കിൽ നിസ്സാരരായ വർഗമേ, അവിടുന്ന് തന്നെ നിന്യരായ വർഗമേ, ഉമയ്ക്ക് ബല അല്ല, നിങ്ങൾക്കാണ് എല്ലാ നാശവും. ബലാ പിടിച്ച സമൂഹമേ, നാശം കെട്ടവരെ നിങ്ങൾ എന്തായിക്കൊള്ളുക, നിങ്ങളെ തള്ളിയിടുന്ന ആ മക്കാനിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക എന്നാണ് ആര് പറയുന്നത്? ഷാബുണ്ട് ബത്ഹായിൽ കയറിയിട്ട് വിളിച്ചു പറയുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് എന്തായി ആദ്യ കവി പറഞ്ഞു കൊടുത്തു അബ്ബാസ് റളിയല്ലാഹു. അബ്ബാസ് പിന്നീട് ഇസ്ലാമായിട്ടുണ്ട്. ഇസ്ലാമല്ല മാനവർകൾ. അക്കൂവൽ കൊള്ളെ ജനങ്ങൾ കേട്ടോടി ചെന്തുടൈ, അവിടം വിട്ടോട്ടകാരന പൊൽനാടന്തുടൈ, നടന്ന് കാബത്തിൻ ഫുക്ക് മുൻചൊന്ന് പോലുറ്റാൻ, നാക്കത്തൈ മോദി തന്മറത്തൈ നീയനും ചാറ്റാൻ. അപ്പോ ഈ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ജനങ്ങളെല്ലാം ഓടിപ്പോയി. അക്കുവൽ, ആ ശബ്ദം കേട്ട ആ ഭാഗത്തേക്ക്, ആ സ്ഥലത്തേക്ക്, ആ ശബ്ദത്തിലേക്ക് കൊള്ളെ ജനങ്ങൾ കേട്ടിട്ട് ഓടി ചെന്തുടേ. ജനങ്ങളെല്ലാം സ്പീഡിൽ എന്തായി ഓടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ആളാണ് വന്നിട്ട് ശബ്ദം പറയുന്നത്. ഈ ജനങ്ങൾ അങ്ങോട്ട് എത്തുമ്പോൾ എന്തായി? ഈ ഒട്ടകക്കാരൻ അവിടം വിട്ട് ഒട്ടകക്കാരൻ അപ്പോൾ നടന്നു പോയി. ജനങ്ങൾ അവിടെ എത്തിയിട്ടാകുമ്പോ ഈ ഒട്ടക വിളിച്ചു പറയുന്ന ആള് അവിടുന്ന് സ്ഥലം മാറിയിട്ട് എവിടെ എത്തി? നടന്ന് കാബത്തിന് മുൻചൊന്ന് പോലുറ്റാൻ, കാബത്തിൽ വന്നിട്ട് അദ്ദേഹം കാബത്തിന്റെ അകത്ത് വന്നിട്ട് ഇതേപോലെ മുൻ ചൊന്ന പോലെ, മുമ്പ് ചൊന്ന പ്രകാര നിങ്ങളെ നക്കിനി കഥ ചൊന്ന എന്തിനാ മുന്നെന്തിര ചൊന്നരെ അതേപോലെ പെറ ചൊന്നാറ് പിടിയായിട്ടാ. മുന്നേ ചൊന്ന പോലെ ഉറ്റാൻ, നേരത്തെ പറഞ്ഞ പോലെ. അതായത് നിങ്ങളെല്ലാവരും തള്ളിയിടുന്ന മക്കാനിക്കുള്ള നിങ്ങൾക്ക് വലിയ നാശം വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്താണ് നാശത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന മെസ്സേജ് കാബത്തിന്റെ അകത്ത് കയറിയിട്ടും ലംലം പറഞ്ഞു. ലംലമല്ല, ഒരു
യുവാവ് ലംലം കയറി വന്നിട്ട് മക്കയിലെത്തുന്നതിന് 3 ദിവസം മുമ്പ് സംഭവിച്ച മെസ്സേജാണ് ലംലം പുറപ്പെട്ടിട്ടേ ഉള്ളൂ. പുറപ്പെട്ടിട്ട് മക്കത്ത് എത്താൻ കുറച്ച് സമയമുണ്ടല്ലോ, ഇപ്പോഴത്തെ പോലെയല്ല. ആ മക്കയിലെത്തുന്നതിന് 3 ദിവസം മുമ്പ്. പക്ഷെ ലംലം എത്താൻ ഇനിയും 3 ദിവസം ഉണ്ട്, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ടോ കഅബത്തിൽ പോയിട്ട് അതേപോലെ മുന്നേ ചൊന്ന പോലെ തന്നെ ചൊന്ന് നക്കത്തൈ മോദി തന്മറത്തൈനിയനും ചാറ്റാൻ. അദ്ദേഹത്തിന്റെ ഒട്ടകത്തിനെ മോദി അവൻ ചുറ്റിപ്പിച്ചു, കറക്കി. താൻ അദ്ദേഹം ചുറ്റിപ്പിച്ചു. മറത്തൈനി 2 പ്രാവശ്യം. മറത്തൈനി തന്നെ അറബിയാണത്. 2 പ്രാവശ്യം ചാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ ചുറ്റിപ്പിച്ചു. എന്നിട്ടോ ഒട്ടകത്തെ ചുറ്റിപ്പിച്ചിട്ട് ഉടനെ ജബൽ ൂബൈസറിഹാട്ടാദിസ്സോദിയേ ഊക്കന്നാബിൻ നിന്നൊരു ഹജറിങ്കുരുട്ടിയേ കടുപ്പം അക്കൽ പൊട്ടി കീറി ചിഹ്നം ചിതറിയേ കണ്ടാരോ കണ്ടം ഈ വീടുകൾക്കൊക്കെ പറ്റിയേ. അതായത് അദ്ദേഹം കഅബന്റെ അകത്ത് ചെന്ന് ഇതേപോലെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് തന്റെ ഒട്ടകത്തിന് 2 പ്രാവശ്യം ചുറ്റിപ്പിച്ചിട്ട് ഉടനെ ജബൽ ഖുബൈസ് കയറി. ജബൽ അബൂ ഖുബൈസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം തുടങ്ങിയ ആ സ്ഥലമാണ്. നബി തങ്ങളുടെ വീട് ഇന്ന് മക്കയിൽ പോയാൽ കാണാം. അതായത് കഅബയുടെ അടുത്തായിട്ട് തന്നെ ഇപ്പോൾ അത് ലൈബ്രറി ആയിട്ട് പ്രവർത്തിക്കും, മക്തബ. അതിന്റെ തൊട്ടടുത്ത് ജബൽ അബൂ ഖുബൈസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയ മാളികകളാണ് ഇപ്പോൾ കാണുന്നത്. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വകുപ്പാണെന്നാണ് മനസ്സിലാവുന്നത്. വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, അങ്ങനെയാണ് പറയുന്നത് കേട്ടത്. പക്ഷെ അവിടെ വലിയ ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ കാണാനൊക്കെ, ആ കഅബാലയത്തിലെത്താൻ. എന്നിട്ടോ അദ്ദേഹം ജബൽ അബൂ ഖുബൈസ് ഏറി അട്ടാസിട്ട് നമ്മളെല്ലാം പറയില്ലേ, അങ്ങനെ നേരത്തെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഓടിയ ഊക്കൻ ആ ബിണ്ണിൻ ഒരു ഹജർ ഇങ്ക് ഉരുട്ടിയ ആ ബിണ്ണ് അല്ലെങ്കിൽ ആകാശത്തിന് ആ ഉയർന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ മാന. അവിടെ നിന്ന് ഒരു ഹജർ കല്ല് ഇങ്ക് ഉരുട്ടിയ വലിയ ഒരു കല്ല്, ഊക്കൻ വലിയ സ്റ്റോൺ താഴോട്ട് ഉരുട്ടി. കടുപ്പം ആ കല്ല് പൊട്ടി കീറി ചിഹ്നം ചിതറിയ, കടുപ്പമുള്ള ആ കല്ല് പൊട്ടിയിട്ട് കീറി ചിഹ്നം ചിതറിയ. എന്നിട്ടോ കടുപ്പം ആ കല്ല് പൊട്ടി കീറി ചിഹ്നം ചിതറിയ, ഷട്ടർഡ് ഇൻടു പീസസ്. കണ്ടവരോ കണ്ടം ഈ വീടുകൾക്കൊക്കെ പറ്റിയ, ഈ തലവന്മാർക്കുള്ള വീടിലൊക്കെ എല്ലാം എന്തായി ഇതിന്റെ ഓരോ പീസും തെറിച്ചു വീണാണ്. കടുകായി ഹൈറാനം തന്നിൽ ഞെട്ടി ഉണർന്ന് ഞാൻ. ഈ സംഭവം എല്ലാം കണ്ടിട്ട് ഹൈറാനത്തായിട്ട് പേടിച്ചിട്ട് ഞാൻ ഉണർന്നു. കടുക ഈ ഹൈറാനം തന്നിൽ ഞെട്ടി ഉണർന്ന് ഞാൻ എന്തായി, ഞാൻ പറയുകയാണ് ഈ സംഭവം കണ്ടിട്ട് ഞാൻ എന്തായി പേടിച്ച് ഞെട്ടി ഉണർന്നു. കനവീത് അബ്ബാസ് കേട്ടൂരത്ത് വീരുത്തി താൻ. ഇതൊക്കെ നല്ല ശരിക്കും ലിസൺ ചെയ്താര് മഹാനായ അബ്ബാസ്, ആത്തിഖ് ഹബീബിന്റെ ബ്രദർ. ബിരുത്തി നീ കണ്ട കിനാബതിന്റെ ഫലമാമേ. ബിരുത്തി അത് വിശദീകരിച്ചു കൊടുത്തു. നീ കണ്ട കിനാബതിന്റെ ഫലമേ, അതിന്റെ വിശദീകരണം, ഡെഫിനിഷന് ബീദീത മക്ക ഷുജാ അവർക്കുള്ള ബലാലാണ്. ഈ മക്കയിലുള്ള വലിയ വലിയ തലമൂപ്പന്മാർക്ക്, ഷുജായികൾക്ക് എന്താണ് വലിയ ബലാല് വരുന്നുണ്ട്. എന്നിട്ടോ അബ്ബാസ് ആത്തിഖ് ഹബീബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരുത്തരിലേ കഥ താസീറാക്കി ബെത്ത് കൊള്ള. ഒരുത്തരിലും ഈ കഥ, ഈ സ്റ്റോറി എന്താക്കണ്ട, നീർത്താന്ന് പറഞ്ഞെങ്കിൽ ഓപ്പൺ ചെയ്യണ്ട. നീർത്തൽ എന്ന് പറയുന്നുണ്ട് നമ്മളെ ഈ കാസർഗോഡ് ഭാഗത്തിൽ, നീർത്തല് അങ്ങനെ ഓപ്പൺ ചെയ്യണ്ട, നിർത്തണ്ട. എന്നിട്ടോ സിറാക്കി ബെത്ത് കൊള്ളു, വളരെ സീക്രട്ട് ആയിട്ട് നീ വെച്ചുകൊള്ളുക എന്ന് അബ്ബാസ് എന്ത് ചെയ്തു, ആത്തിഖ് ഹബീബിയോട് പറഞ്ഞു. ഒക്കെ പുലരും ദിനം കാലീലിൽ ശ്രദ്ധിച്ച് ഇതൊക്കെ ഓപ്പണായിട്ട് പുലരുന്ന സത്യമായിട്ട്
വരുന്ന ഒരു ദിവസം അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ സംഭവിക്കും. മക്കയിലുള്ള വലിയ മൂപ്പന്മാർക്ക് വലിയ ബലാല് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നീ കണ്ട സ്വപ്നം ആരോടും പറയണ്ട, നീ സിറാക്കി വെച്ചു കൊള്ളുക എന്ന് അബ്ബാസ് ആത്തിക്കയോട് വസിയത്തും ചെയ്തിട്ട് ഉരത്താറബ്ബാസും ഉളരി തന്റെ ഷുഗിലിൽ പോയി. ഇത്രയും പറഞ്ഞിട്ട് അബ്ബാസ് എന്തായി? ഇത്ര പറഞ്ഞിട്ട് അബ്ബാസ് ഉളരി പെട്ടെന്ന് സ്പീഡിൽ തന്നെ തന്റെ ഷുഗിലിൽ പോയി, അദ്ദേഹത്തിന്റെ വർക്കിലേക്ക് പോയി. ഉറ്റേത്തൻ സാഹിബാലിതെ കണ്ട് വഴിക്കലായി. അബ്ബാസ് ആത്തിക്കാനോട് പറഞ്ഞു നിങ്ങൾ ആരും പറയണ്ട. പക്ഷെ പോകുന്ന സമയത്ത് അബ്ബാസ് തന്റെ ഷുഗറിൽ വർക്കിലേക്ക് പോകുന്ന സമയത്ത്, തന്റെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഉറ്റേത്തൻ സാഹി എന്നല്ലെങ്കിൽ സാഹിബ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ, ഇന്റിമേറ്റ് ഫ്രണ്ട്, ഇന്റിമേറ്റ് ഫ്രണ്ടായ വലീദെ കണ്ട്, വലീദിനെ വലീദ് വരുന്ന കണ്ട്. ആത്തിക്കാന്റെ കഥയെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് പോകുന്ന സമയത്ത് ആരെ കണ്ടു? അപ്ലോഡ് ചെയ്തിട്ട് പോകുന്നത്. അദ്ദേഹം എന്താക്കി? വലീദിനെ കണ്ടിട്ട് നമ്മളേക്ക് കരുത്തിൽ വീരൂത്തായണ്ടുറ്റ് സത്യം ചെയ്യിച്ചേ. ഒരു സംഭവം പറയാനുണ്ട്, നിങ്ങൾ ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ട ഞാൻ പറയുന്നില്ല എന്നത്. അപ്പൊ വലീദ് പറഞ്ഞു നിങ്ങൾ പറയൂ, നിങ്ങൾ സത്യം ആരോടും പറയില്ല എന്ന് എന്ത് ചെയ്യണം? സത്യം ചെയ്യണം. അന്ന് സത്യം ചെയ്യുന്നതായിരിക്കും, അവരെ കൊണ്ട് സത്യം ചെയ്യിച്ച് എന്നിട്ടോ കണ്ടേ കീനാവിന്റെ വാർത്ത കൊല്ലും അറിയിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ നമുക്ക് പിന്നീട് ഇസ്ലാമിൽ വന്ന വ്യക്തിത്വമാണ്. ഇപ്പൊ ഇസ്ലാമില്ല. അബ്ബാസ് എന്താക്കി? തൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാകുന്ന വലീദിനോട് ഈ സംഭവങ്ങൾ ഫുള്ളായി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് അടുത്ത ഇശ്ലിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് നോക്കാം. ഉബൈദ